ഷെയർ സെറ്റ് പ്രീമിയത്തിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മൾ മുൻപേ ചെയ്തിട്ടുള്ള അതേ പ്രോബ്ലം തന്നെയാണ്. ഞാനതിൽ ചെറിയ 2 ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യനിൽ എച്ച് ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ആദ്യമേ ഒന്ന് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ കമ്പനി ഇഷ്യൂഡ് 10,000 ഷെയർസ് അറ്റ് പ്രീമിയം അറ്റ് 10% പ്രീമിയം എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്നത് പേയബിൾ ₹20 ഓൺ ആപ്ലിക്കേഷൻ, ₹40 ഓൺ അലോട്ട്മെൻറ്റ്, എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ഇൻക്ലൂഡിങ് പ്രീമിയം എന്നുകൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നെ ₹20 ഓൺ ഫസ്റ്റ് കോൾ, ₹30 ഓൺ ഫൈനൽ കോൾ, ബാക്കിയൊക്കെ സെയിം തന്നെ. അപ്പോൾ ഇവിടെ 10% പ്രീമിയത്തിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ₹100 ഫേസ് വാല്യൂവിൻ്റെ 10% പ്രീമിയത്തിലാണ് കളക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പം ആദ്യമേ നമ്മൾ പ്രീമിയത്തിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 100ൻ്റെ 10% എന്ന് പറയുന്നത് 10 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ പ്രീമിയത്തിൻ്റെ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് തരും, അല്ലെങ്കിൽ ഇതുപോലെ പെർസെൻറ്റേജ് വെച്ചിട്ടായിരിക്കും നമുക്ക് തരും. അപ്പോൾ പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫേസ് വാല്യൂ ഇല്ലേ, ആ ഫേസ് വാല്യൂവിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 100ൻ്റെ 10% എന്ന് പറഞ്ഞാൽ ₹10, അപ്പോൾ ₹10 പ്രീമിയം. അപ്പോൾ ₹100 മാത്രമല്ല കമ്പനി അവിടെ കളക്ട് ചെയ്യുന്നത്, അഡീഷണൽ ആയിട്ട് ₹10 കൂടി ചേർത്ത് ₹110 ടോട്ടൽ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ കളക്ട് ചെയ്യുന്നത് അലോട്ട്മെൻറ്റ് മണിയുടെ ഒപ്പമാണ്. ഓക്കെ, ₹40 ആണ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, അതിന് ബ്രാക്കറ്റിൽ നമ്മൾ ഇൻക്ലൂഡിങ് പ്രീമിയം എന്ന് പറയുന്ന ടേം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, പ്രീമിയം എന്ന് പറയുന്ന എമൗണ്ട് ₹10, ആ ₹10 കൂടി ₹40 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ മൊത്തം ₹40 അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് കളക്ട് ചെയ്യുന്നത്. അതിൽ ₹10 പ്രീമിയം മാറ്റിയാൽ ബാക്കി ₹30 ആക്ച്വൽ അലോട്ട്മെൻറ്റ് മണി എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ബാക്കിയൊക്കെ പഴയ പോലെ തന്നെ 20 ഓൺ ഫസ്റ്റ് കോൾ, 30 ഓൺ ഫൈനൽ കോൾ. ഇനി ഇവിടെയും ഷെയർസ് എല്ലാം തന്നെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ബേസ് ആയിട്ടുള്ള പ്രോബ്ലത്തിൻ്റെ തന്നെയാണ് അതേ കാര്യത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അവിടെ ജേർണൽ എൻട്രീസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ ജേർണൽ എൻട്രിയിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഇതിലാകെ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന ജേർണൽ എൻട്രിയിൽ മാത്രമേ ഒരു ചെറിയ ചേഞ്ച് സംഭവിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സാധാരണ പോലെ തന്നെ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. അപ്പോൾ 10,000 ഷെയർസ് ആണ്, ₹20 ആണ് ആപ്ലിക്കേഷൻ മണി. അപ്പോൾ 10,000 × 20 2 lakh. അതിനുശേഷം ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്യുന്നു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ടിൽ മാറ്റമില്ല, 2 lakh തന്നെയാണ്. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന ജേർണൽ എൻട്രിയിലാണ് മാറ്റം വരുന്നത്. അതായത് ഇവിടെ പ്രീമിയം കൂടി കളക്ട് ചെയ്യുന്നുണ്ടല്ലോ, സോ ആ പ്രീമിയത്തിനും കൂടി നമ്മൾ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റിൽ ടോട്ടൽ അലോട്ട്മെൻറ്റും പ്രീമിയം കൂടി ചേർത്തിട്ട് ₹40 കളക്ട് ചെയ്യുന്നുണ്ട്. സോ 10,000 × 40 നമ്മളവിടെ കാണിക്കുക. അപ്പോൾ 4 lakh എന്നാണ് ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത്. ഇനി ഷെയർ ക്യാപിറ്റലിലേക്ക് അലോട്ട്മെൻറ്റ് മണി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കുള്ള അലോട്ട്മെൻറ്റ് മണി ₹30 അല്ലേ, ബാക്കി ₹10 എന്ന് പറയുന്നത് പ്രീമിയത്തിൻ്റെ എമൗണ്ടാണ്. അപ്പോൾ ₹30 നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ 10,000 × 30 ചെയ്യുക, അപ്പോൾ 3 lakh എന്ന് നമുക്ക് കിട്ടും. ദെൻ അടുത്തതായിട്ട് നമ്മൾ പ്രീമിയത്തിൻ്റെ എമൗണ്ട് കൂടി നമ്മളിവിടെ ഡ്യൂ ആകുന്നുണ്ട്. സോ ആ പ്രീമിയം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു അക്കൗണ്ടിൽ കാണിക്കണം. അതാണ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് പറയുന്നത്. ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. പ്രീമിയത്തിൻ്റെ എമൗണ്ട് എത്രയാണ്, ₹10 പ്രീമിയം ആയിട്ട് കളക്ട് ചെയ്യുന്നത് 10,000 ഷെയർസിന്. അപ്പോൾ 10,000 × 10 ചെയ്യുക, അപ്പോൾ നമുക്ക് 1 lakh കിട്ടും. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി. ഇനി അതിനുശേഷം അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുമ്പോൾ ആക്ച്വൽ എത്ര എമൗണ്ട് ആണോ കമ്പനി റിസീവ് ചെയ്തിട്ടുള്ളത്, ആ ടോട്ടൽ എമൗണ്ടിന് നമ്മളവിടെ കാണിക്കണം. സോ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് മണിയായിട്ട് ഇവിടെ ടോട്ടൽ അലോട്ട്മെൻറ്റും പ്രീമിയം കൂടി ചേർത്ത് 4 lakh റിസീവ് ചെയ്തിട്ടുണ്ടല്ലോ. സോ 4 lakh എന്നാണ് നമ്മളവിടെ എമൗണ്ട് റിസീവ് ചെയ്തത് അവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആകുന്ന എൻട്രി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതിൽ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 × 20 ചെയ്താൽ മതി. പിന്നെ അത് റിസീവ് ചെയ്യുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. അവിടെയും എന്ത് തന്നെയാണ്, എത്രയാണോ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആയത് ആ എമൗണ്ട് ആയിരിക്കും റിസീവ് ചെയ്തിട്ടുണ്ടാവുക. ഇനി അടുത്തതായിട്ട് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആകുന്ന എൻട്രിയാണ്. സോ ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്ന എൻട്രി ചെയ്താൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. എമൗണ്ട് എന്ന് പറയുന്നത് 2 lakh ആണ്. ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആകുന്ന എൻട്രി, ഫൈനൽ കോൾ മണി എന്ന് പറയുന്നത് ₹30 ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 10,000 ഷെയർസിനാണ്. അപ്പോൾ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 10,000 × 30. ദെൻ ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് 3 lakh എമൗണ്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണ്. അതായത് പ്രീമിയം വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുന്ന എൻട്രിയിൽ മാത്രമാണ് മാറ്റം വരുന്നത്. അപ്പോൾ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ആ ഒരു ജേർണൽ എൻട്രി ഒന്ന് പഠിച്ചു വയ്ക്കുക. ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പം പ്രീമിയത്തിലാണോ അല്ലയോ എന്നുള്ളത് ഒന്ന് നോക്കുക. ഡിസ്കൗണ്ടിലാണെങ്കിലും ഈ പറയുന്ന അലോട്ട്മെൻറ്റിൽ തന്നെ ചേഞ്ച് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ നമുക്ക് 3 പ്രോബ്ലം പഠിക്കാനായിട്ട് സാധിക്കും.
അതായത് പാറിൻ്റെയും പ്രീമിയത്തിൻ്റെയും ഡിസ്കൗണ്ടിൻ്റെയും ഇതിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ജേർണൽ എൻട്രിയിൽ മാത്രമേ മാറ്റുള്ളൂ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.